അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. നല്ല ചൂടുള്ള സമയത്താണ് നമ്മുടെ വിശിഷ്ടാതിഥി നമ്മിലേക്ക് കടന്നു വരുന്നത്. അതിഥിയെ നമുക്ക് സ്വീകരിക്കണ്ടേ? നല്ലപോലെ സ്വീകരിക്കണം. ചൂടതിന് തടസ്സമല്ല. അതെ, വിശുദ്ധ റമളാനിനെ നാം കാത്തിരിക്കുകയാണല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് അല്പം ഭക്ഷണം എത്തുകയാണ്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് നോമ്പാണ്. അപ്പോൾ അവർക്ക് അത്ഭുതം, ഈ ചൂട് കാലത്ത് നോമ്പെടുക്കുകയാണോ? ഒരുപക്ഷെ അത് ഫർളായ നോമ്പല്ല, സുന്നത്ത് നോമ്പായിരിക്കുമല്ലോ. ആ സമയത്ത് മഹാനുഭവൻ്റെ മറുപടി, ഇന്നി ഉഹിബ്ബു അൻ അകൂന ഫീ വഈലിൽ അവ്വലീൻ, ഒന്നാം അണികളിൽ ഞാൻ എത്തിപ്പെടണ്ടേ? അപ്പോൾ നോമ്പെടുക്കണമല്ലോ. കേവലം സുന്നത്ത് നോമ്പാണെങ്കിൽ പോലും അതിന് ചൂടോ ഉഷ്ണമോ എന്നും ചില മഹത്തുക്കൾക്ക് തടസ്സമല്ല. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹുവിനാണ് ആ പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണമാണ്. അതൊരു മുന്നൊരുക്കത്തിൻ്റെ, മുന്നറിയിപ്പിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു. ശഅബാൻ മാസം അവസാനത്തിലാണ് ആ പ്രഭാഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് അള്ളലക്കും ശഹ്റുൻ നദീം, ജനങ്ങളെ, നിങ്ങൾക്ക് ഒരു മഹത്തായ മാസം കടന്നു വരികയാണ്. ശഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാണ്. ഫിഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തെക്കാളുത്തമായ ഒരു രാത്രി ആ മാസത്തിലുണ്ട്. ജഅലല്ലാഹു തആല സിയാമുഹു ഫരീള, അത് നോമ്പെടുക്കൽ അല്ലാഹു ഫർളാക്കിയിരിക്കുന്നു. ഖിയാമ ലൈലിഹി തത്തവുഅ, രാത്രിയിലെ നിസ്കാരം അള്ളാഹു സുന്നത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെയും ആ മാസത്തിൻ്റെ വിശേഷങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ പ്രഭാഷണത്തിൽ തുടർന്ന് ഓരോ മഹത്വങ്ങളും വിശദീകരിക്കുകയാണ്. ഒരു നന്മ ചെയ്താൽ ഫർള് പോലെയാണ്. ക്ഷമയുടെ മാസമാണ്. വസബ് സവാബ് വൽ ജന്ന, ക്ഷമയ്ക്ക് സ്വർഗമാണ് പ്രതിഫലം. വശഹ്റുൽ മുവാസാത്ത് വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, അങ്ങനെ തുടങ്ങി വിശുദ്ധ റമളാൻ്റെ വൈശിഷ്ട്യങ്ങൾ ഓരോന്നോരോന്ന് അവിടുന്ന് അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ ഒരു പ്രഭാഷണത്തിൽ നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരുപാട് തത്വങ്ങളുണ്ട്. ഒന്ന്, വരാനിരിക്കുന്നൊരു വിഷയം ആദ്യമേ തന്നെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് അതിന് സജ്ജമാക്കുകയാണ്. നാം സജ്ജരാകണം. നാം സജ്ജരായോ? നാം സ്വമേധയാ വിശുദ്ധ റമളാനെ വേണ്ടതുപോലെ വരവേൽക്കാനുള്ള ഒരു മാനസിക സമീപനം ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞോ? റജബ് മുതൽ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നല്ലോ. ഇബ്നു മസ്ഊദ് തങ്ങളിൽ നിന്നുള്ള ഒരു നിവേദനം കാണാം. അന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് പറയുകയാണ്, ലൗ യഅലമുൽ ഇബാദു മാ ഫി റമളാൻ, റമളാൻ്റെ മഹത്വം ദാസന്മാർ, ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നതു ഉമ്മത്തി അൻ യകൂന റമളാനു സനത കുല്ലഹ, വർഷം മുഴുവനും റമളാനാകാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. അതെ, അപ്പോൾ സജ്ജനങ്ങളുടെ ജീവിത ശൈലി നേരത്തെ തന്നെ ഒരുങ്ങല. റമളാൻ വിട്ടുപിരിയുമ്പോൾ ദുഃഖിക്കുന്നവരില്ലേ? റമളാൻ കഴിഞ്ഞാൽ അടുത്ത റമളാനാകാൻ വേണ്ടി കാത്തിരിക്കുന്ന മഹത്തുക്കളുമില്ലേ? മുഅ്തമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റമളാൻ മാസം പിറന്നു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു ഉണർത്തിക്കൊണ്ട് പറയും, ഖൂമൂ ഫലഅല്ലക്കും ലാ തുദ്രിക്കുഹു ബഅദ ആമിക്കും ഹദാ, ഈ വർഷം കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ഒരു വിശിഷ്ട സന്ദർഭത്തെ കിട്ടിക്കൊള്ളുമെന്നില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം സടകുടഞ്ഞ് എഴുന്നേൽക്കണം എന്ന്. അങ്ങനെയാണല്ലോ ഇപ്പോൾ കുടുംബങ്ങൾ, കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും സജീവമായ നിസ്കാരത്തിൻ്റെ കാര്യം മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുണ്ട്. നാം അതിലേക്കൊരുക്കമാണ്, സജീവമാണ്. നമ്മുടെ പാർശ്വങ്ങളിലുള്ളവരെയും ആശ്രിതരായിട്ടുള്ളവരെയും കുടുംബങ്ങളിലുള്ളവരെയും ഒക്കെ ബോധവൽക്കരിക്കണം. റമളാൻ വരുമ്പോൾ ഫർളായ നോമ്പ്, അതിലെ ചെയ്യേണ്ട മറ്റ് നന്മകൾ, നോമ്പിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ രാത്രിയുള്ള നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, നല്ല ഈമാനോടുകൂടി, വിശ്വാസത്തോടു കൂടി ആരെങ്കിലും വിശുദ്ധ റമളാൻ രാത്രിയിൽ നിസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞ പാവങ്ങളൊക്കെ പൊറുക്കപ്പെടും.
അൽ മുറാദ് ബി ഖിയാമി റമളാന സലാത്തു തറാവീഹ്. ഇവിടെ ഖിയാം റമളാൻ എന്നതുകൊണ്ട് തറാവി നിസ്കാരമാണെന്ന് ശറഹ് മുസ്ലിം വ്യക്തമാക്കുകയാണ്. അപ്പോൾ 20 റക്അത്തായി നിസ്കരിക്കുന്നു. കാനു യഖൂമുന അല അഹദി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അല 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് മുവത്തയിലൊക്കെ കാണാം. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അങ്ങനെ ചെയ്തു കാണിച്ചു, അസ്ഹാബും കാണിച്ചുവെങ്കിൽ അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണല്ലോ. തറാവീഹിൻ്റെ തുടക്കത്തിലൊക്കെ സ്വഹാബത്ത് പള്ളി നിറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പള്ളിയിൽ കാണാതായ ഒരു സന്ദർഭമുണ്ടായി. സ്വഹാബത്ത് പതിപോലെ രാത്രി കാത്തിരുന്നു. അപ്പോൾ മുത്തനബി അവരോട് പിറ്റേ ദിവസം പറഞ്ഞെന്താ, നിങ്ങളുടെ ആവേശം കണ്ടപ്പോൾ സുന്നത്തായ അമലിന് അള്ളാഹു ഫർലാക്കുമോ എന്ന് ഞാൻ ധരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ സ്വഹാബത്ത്, പൂർവികരായ മഹത്തുക്കളും അങ്ങനെയാണ്. നന്മയിലേക്ക് അത് അവർക്ക് ഭയങ്കര ആവേശമാണ്. നമ്മൾ ചില മടിയന്മാരൊക്കെ ഉണ്ടാവും, ആദ്യത്തെ 10 നിസ്കരിച്ച് പിന്നെ പിന്നോട്ട് പോകുന്നവരുണ്ടാകും. പണ്ടൊരു മൗലവി തമാശയ്ക്ക് ഒരു പ്രഭാഷണത്തിൽ ചോദിച്ചു, ഇവിടെ PSPക്കാരുണ്ടോ, RSPക്കാരുണ്ടോ? അതൊരു ചില രാഷ്ട്രീയ പാർട്ടിയിൽ അറിയപ്പെട്ടവരാണല്ലോ. അദ്ദേഹം ഉദ്ദേശിച്ചത് RSP എന്ന റമളാൻ സ്പെഷ്യൽ പാർട്ടി, PSP എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടി. 2 പെരുന്നാൾ മാത്രം നിസ്കരിക്കും, പിന്നെ അല്ലെങ്കിൽ റമളാൻ മാത്രം. അങ്ങനെയല്ല, തറാവീഹ് റമളാനിക്കാണ്, നിസ്കാരം റമളാനിലും അല്ലാത്തപ്പോഴുമൊക്കെ ഉണ്ട്. വ്രതം ഫർള് റമളാനിലാണ്, അല്ലാത്തപ്പോഴും സുന്നത്ത് നോമ്പിൻ്റെയൊക്കെ ചില നിജപ്പെടുത്തപ്പെട്ട സുന്നത്തുമുണ്ട്, മുത്തലക്കായ അല്ലാത്ത സുന്നത്തുമുണ്ട്. അതൊക്കെ വ്രതം എടുക്കുന്നവരുണ്ട്. ഈ നോമ്പ് നമ്മൾ സംസ്കരിക്കുകയാണ്, നമ്മുടെ ഹൃദയം നന്നാക്കി തീർക്കുകയാണ്. അതിനാകണം നോമ്പ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേറിയപ്പോൾ കാണാൻ ചില ആളുകളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഭക്ഷണം ഒഴിക്കുന്നു, ദാഹം, അതല്ലാതെ വേറൊന്നും നേടാനില്ല. കാരണം എന്താ, അവരതിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നില്ല, ആധ്യാത്മികത മറന്നുപോകുന്നു. ഖാലിൽ ഫഖീർ റളിയല്ലാഹു അൻഹു, ഫഖീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖദ് ഇശ്തറത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിയാമിൽ ലൈലി വസിയാമിൻ നഹാർ അൽ ഈമാന വൽ ഇഹ്തിസാബ്. അതെ, രാത്രിയിലുള്ള നിസ്കാരവും പകലും നോമ്പും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഇഹ്തിസാബ് എന്ന് കൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു വഅദ ചെയ്തതിനെ സത്യമായി അവൻ മനസ്സിലാക്കണം. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അയ്യക്കുന മുഖ്ബിലൻ അലൈഹി ഖാശിനില്ല, അള്ളാഹുവിലേക്ക് നല്ല ഖുശൂഅോടെ ഭയഭക്തിയോടുകൂടി അവൻ സമർപ്പിത മനസ്സുമായി മുന്നോട്ട് വരണം. എന്നിട്ട് മഹാനവർ പറയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശ്രേഷ്ഠതയും പ്രതിഫലമൊക്കെ കിട്ടണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫയംബഗി അൻ യഅരിഫ ഹുർമത്ത ശഹരി, മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. വയഹ്ഫള ഫീഹി ലിസാനഹു മിനൽ കദ്ബി വൽ ഗീബത്തി വൽ ഫുളൂൽ, അനാവശ്യ സംസാരം, ഗീബത്ത്, നുണ, ഇത്തരം കാര്യങ്ങൾക്ക് നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. വയഹ്ഫളു ജവാരിഹു മിനൽ ഖത്തായ വസലലി, തെറ്റുകുറ്റങ്ങൾ പോരായ്മകളിൽ നിന്നുകൊണ്ട് അവയവങ്ങളെയൊക്കെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. വയഹ്ഫളു ഖൽബഹു അൻ അസദി വഅദാവത്തുൽ മുസ്ലിമീൻ, അസൂയ, മറ്റ് മുസ്ലിം സഹോദരങ്ങളോടൊക്കെ ശാത്രുത, പുച്ഛത്തിൽ, ഇതൊക്കെ മനസ്സിൽ നിന്നൊക്കെ മാറ്റിക്കളയണം. ഇതൊക്കെ അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫൈംബി അയ്യക്കുന ഖൈഫൻ. മഹത്തുക്കൾ നമ്മൾ പറഞ്ഞിരുന്നു, നാം നോക്കുക. ഈ രീതിയിലുള്ളൊക്കെ നോമ്പിന് നമുക്ക് സാധ്യമാക്കേണ്ടതില്ലേ? അപ്പോഴല്ലേ ശരിയായ വ്രതമാകുന്നത്. അതെ, വരാനിരിക്കുന്ന വിശുദ്ധ റമളാനെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് നമ്മുടെ അവയവങ്ങളെല്ലാം ജഗന്യന്താവായ അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഇൻഷാ അള്ളാഹ് ഈ റമളാൻ നാളെ പരലോകത്ത് നന്മ കൊണ്ട് സാക്ഷി പറയുന്ന ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടും, എൻ്റെ കുടുംബത്തെ ഞാൻ അതിൽ ഉൾപ്പെടുത്തും എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടണം. നോമ്പ് നിർബന്ധമാണ്, നിർബന്ധമായിട്ട് അത് ചെയ്യണം. ഖളാ വീട്ടേണ്ടതുണ്ടെങ്കിൽ അത് ഖളാ വീട്ടണം. വിശുദ്ധ റമളാൻ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക, സ്വലാത്ത്, ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കുക, തറാവീഹ് വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. കുടുംബങ്ങളിലുമൊക്കെ റമളാൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്ന് മനോഹരമായി തീരാൻ കുടുംബത്തിലെ എല്ലാവരും ശ്രദ്ധിക്കണം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.